നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനുമേൽ ഭാരത സൈന്യം കാർഗിലിൽ നേടിയ യുദ്ധവിജയത്തിന് ഇന്ന് 1/4 നൂറ്റാണ്ട്. ദ്രാസിലെ കാർഗിൽ സ്മാരകത്തിൽ ഇന്ന് രാവിലെ 9:20 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധീര ജവാന്മാർക്ക് പുഷ്പചക്രം അർപ്പിക്കും. സേനയുടെ ആഭിമുഖ്യത്തിൽ ഇന്നലെ 25ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീര സൈനികരുടെ ഭാര്യമാരുമായും പ്രത്യേക കൂടിക്കാഴ്ചയുണ്ടാകും. സൈനിക മേധാവികളും കേന്ദ്രമന്ത്രിമാരും ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളും കാർഗിൽ വിജയത്തിന്റെ 25ാം വാർഷികാഘോഷത്തിന് വേണ്ടി കാർഗിലിൽ എത്തുന്നുണ്ട്. ഭാരതത്തിന്റെ അതിർത്തിയിലേക്ക് കടന്നുകയറിയ പാകിസ്ഥാൻ പട്ടാളത്തെയും മുജാഹിദീൻ ഗറില്ലകളെയും തുരത്തിയ കാർഗിൽ വിജയത്തിന്റെ വാർഷിക ദിനമാണ് ജൂലൈ 26. 1998 പാകിസ്ഥാൻ സൈനിക മേധാവിയായി മുഷറഫ് സ്ഥാനമേറ്റെടുത്തതു മുതൽ കാർഗിൽ യുദ്ധത്തിന്റെ നീക്കങ്ങൾ തുടങ്ങിയതായാണ് പിന്നീട് മനസ്സിലായത്. 14,000 അടി വരെ ഉയരമുള്ള മഞ്ഞുമലകളിൽ തികച്ചും പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ചാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനികളെ തുരത്തിയത്. 2 ലക്ഷത്തോളം ഭടന്മാരെയാണ് സൈന്യം യുദ്ധത്തിൽ വിന്യസിപ്പിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയായിരുന്നു പാകിസ്ഥാൻ ആക്രമണത്തിന് തെരഞ്ഞെടുത്തത്. തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളും പാകിസ്ഥാൻ സൈന്യം കയ്യേറിയിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് എക്കാലവും നടുക്കുന്ന ഓർമ്മയാണ് കാർഗിൽ. ഇന്ത്യൻ ഭൂമിയിലേക്ക് പാക് സൈന്യം നുഴഞ്ഞു കയറിയതോടെയാണ് കാർഗിൽ മലനിരകളിൽ യുദ്ധം ആരംഭിച്ചത്. തർക്കപ്രദേശമായ സിയാച്ചൻ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന ശ്രീനഗർ, കാർഗിൽ, ലേ ഹൈവേ ഉൾപ്പെടെ നിർണായക പ്രദേശങ്ങൾ അധീനതയിലാക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. 5000-ഓളം പാക് സൈനികരും തീവ്രവാദികളുമായിരുന്നു അന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയത്. എല്ലാ സ്ഥലങ്ങളും തിരിച്ചുപിടിച്ച് യുദ്ധം അവസാനിച്ചപ്പോൾ ഭാരതത്തിന് നഷ്ടമായത് 527 വീരപുത്രന്മാരെയായിരുന്നു. 1363 പേർക്ക് പരിക്കേറ്റിരുന്നു. അഭിമുഖ പരീക്ഷയിലെ ചോദ്യത്തിന് പരംവീര ചക്രത്തിനു വേണ്ടിയാണ് താൻ സൈന്യത്തിൽ ചേരുന്നതെന്ന് ഉത്തരം നൽകിയ മനോജ് കുമാർ പാണ്ഡെ ജുബർടോപ്പ് എന്ന തന്ത്രപ്രധാനമായ സ്ഥലം തിരിച്ചുപിടിക്കാൻ വേണ്ടി ജീവൻ ബലി നൽകി പരംവീര ചക്രത്തിന് അർഹനായി. ശത്രു സൈന്യത്തിന്റെ എല്ലാ ബങ്കറുകളും തകർത്തതിനു ശേഷമാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. അത്യസാധാരണമായ പോരാട്ട വീര്യം പ്രദർശിപ്പിച്ച് ബാറ്റാലിക് പ്രദേശത്ത് പോയിന്റ് 5140 ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖലകൾ തിരിച്ചുപിടിച്ച് അവസാനം മറ്റൊരു പോയിന്റും തിരിച്ചുപിടിക്കുന്നതിനിടെ വെടിയേറ്റു വീണ സിംഹം ക്യാപ്റ്റൻ വിക്രം ബത്ര. നെഞ്ചിൽ വെടിയേറ്റിട്ടും ശത്രുവിന്റെ ബങ്കറിൽ കടന്നുകയറി അവരുടെ മെഷീൻ ഗൺ പിടിച്ചെടുത്ത് മറ്റു ബങ്കറുകൾ നശിപ്പിച്ച റൈഫിൾസ്മാൻ സഞ്ജയ് കുമാർ. ഗുരുതരമായി പരിക്കേറ്റിട്ടും ടൈഗർ ഹിൽ തിരിച്ചുപിടിക്കാൻ പോരാടിയ യാഗേന്ദ്ര സിംഗ് യാദവ്. റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് ശരീരത്തിൽ ഏറ്റിട്ടും പതറാതെ പോയിന്റ് 4875 തിരിച്ചുപിടിച്ച് അവസാനം മരണത്തിന് കീഴടങ്ങിയ അനുജൻ അയ്യാർ തുടങ്ങി നിരവധി ബലിദാനികൾ അവരുടെ യുവത്വവും സ്വപ്നങ്ങളും ഭാരതത്തിനു വേണ്ടി ഹോമിച്ചു. 1999 മെയ്യിൽ ആരംഭിച്ച് ജൂലൈ അവസാനം വരെ തുടർന്ന യുദ്ധത്തിൽ പാക് സൈന്യം ദയനീയമായി പരാജയപ്പെട്ടു. പാക് സൈനികരും ഭീകരരുമടക്കം 4000-ഓളം പേരെ ഭാരത സൈന്യം വധിച്ചു. പാകിസ്ഥാൻ കൈക്കലാക്കിയ ഓരോ ഇഞ്ചും തിരിച്ചുപിടിച്ചതിന് ശേഷമാണ് യുദ്ധം അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ നേരിട്ടാണ് ഭാരതത്തിന് വിജയം നേടാനായത്. കാർഗിൽ യുദ്ധ മ്യൂസിയത്തിലെ സന്ദർശക പുസ്തകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിപ്പെഴുതും. കാർഗിൽ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികരെയും സൈനിക ഉദ്യോഗസ്ഥരെയും നേരിൽ കണ്ട് ഫോട്ടോ എടുത്താണ് പ്രധാനമന്ത്രി മടങ്ങുക. വർഷം മുഴുവനും ലേയിൽ എത്താനുള്ള തന്ത്രപ്രധാന ഷിംഗൻല ടണൽ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.